നമ്മളെങ്ങോട്ടാ പോണ അയ്പോ? ബീച്ചിലല്ല, നോമ്പ് തുറക്കാൻ പോവാണ്. നമ്മളെങ്ങോട്ടാ പോണ അയ്പോ? നോമ്പ് തുറക്കാനാ? നോമ്പുണ്ടോ നിങ്ങക്ക്? ആ എന്നാ ശരി, പോവല്ല നമുക്ക്. പോവാ. ആ ഓക്കെ കേട്ടോ, മുന്നിലിരിക്കാൻ വേണ്ടി കരയാണ്. എങ്ങോട്ടെങ്കിലും പോവാൻ തുടങ്ങിയ ആദ്യത്തെ കരച്ചിൽ മുന്നിലിരിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ ബേപ്പൂരെത്തി. ബേപ്പൂരിൽ നിന്ന് ജങ്കാർ വഴി ചാലിയത്തേക്ക് പോവാം. അത് കുറച്ച് ലോങ് ആണ്, പക്ഷെ കുട്ടികൾക്ക് കാഴ്ചകളൊക്കെ കാണാൻ ഏറ്റവും നല്ല റൂട്ട് ഇതാണ്. അപ്പം അങ്ങനെ ഇതിലെ പോവാന്ന് വിചാരിച്ചു. അനിയന്മാർ വരുന്നുണ്ട്, അവരും ജങ്കാറിൽ കയറാതെ. അപ്പം അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഒന്നിച്ച് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്ക് അവിടെ നിർത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തത്. അങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബേപ്പൂരിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ബേപ്പൂർ വഴി മലപ്പുറം പോകാനാണ് ഞങ്ങളോട് തീരുമാനം. അപ്പോൾ ചെക്കന്മാർ ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ട്. അവർ ബേപ്പൂർ എത്തിയാണ്, ജങ്കാറിൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചപ്പോൾ അങ്ങനെ വണ്ടി എടുത്ത് അവരടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. കണ്ണാടി വിടണ്ടേ? 2 പേരടങ്ങുന്ന ഒരു 2 വീലറിന് ആകെ 15 രൂപയേ ഉള്ളൂ ചാർജ് വരുന്നത്. ഞങ്ങളിപ്പോൾ പോകുന്നത് സൺഡേ ആണ്, ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഇവിടെ ജങ്കാർ അവൈലബിൾ ആണ്. അങ്ങനെ ജങ്കാറിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനിയന്മാരും ഉണ്ട് കൂടെ. അനിയന്മാരെ വണ്ടിയിലാണ് ഇപ്പം നമ്മുടെ എസ്റ്റാൻ കയറിയത്. കുട്ടികൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താക്കി, വണ്ടി സൈഡാക്കി അവിടെ നിന്ന് കരിമ്പ് ജ്യൂസ് വാങ്ങി. ഒരു ജ്യൂസ് ഞാൻ 2 കൊടുത്തു. അപ്പോൾ അവർ അത് കുടിച്ചിട്ട് പിന്നെയും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച അവൻ 1 ഗ്ലാസ്സേ കുടിക്കുകയുള്ളൂ. 1 ഗ്ലാസ് കുടിച്ചപ്പോൾ അവൻ പറയാ ഇനിയും വേണമെന്ന്. അപ്പോൾ പിന്നെ ഒന്നുകൂടി വാങ്ങിക്കാൻ. അങ്ങനെ ഒന്നും കൂടി കുടിച്ച്. നല്ല ദാഹം ഉണ്ടായിരുന്നു ചെക്കന്മാർക്ക്. ഇതാണ് കടലുണ്ടിക്കടവ് പാലം. ഇതിൻ്റെ വലത് ഭാഗത്ത് കടലും ഇടത് ഭാഗത്ത് പുഴയും. ഇതേപോലെ തൊട്ടപ്പുറത്ത് ഒരു ബ്രിഡ്ജ് ഉണ്ട്, അത് റെയിൽവേ ട്രാക്കാണ്. കടലുണ്ട് റെയിൽവേ ട്രാക്കാണ്. നല്ല രസമാണ് അതിലെ പോവാൻ. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡിലേക്ക് കയറി. ഇത് അവരുടെ വീട്ടിലേക്കുള്ള പോക്കറ്റ് റോഡാണ്. ഇതിന്ന് കുറച്ച് പോകാനുണ്ട്, അത് 4-5 കിലോമീറ്റർ മുട്ടുണ്ട് പോക്കറ്റ് റോഡ് കയറി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഉനൈസ്, ഇവരെ ട്വിൻസാട്ടോ. വീട്ടിൽ നിന്നും ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇറക്കി. ഇതാണ് എൻ്റെ നേരെ ഇളയാനിയൻ. പിന്നെ കസിൻസുകളെല്ലാവരും സജീവമായി, എല്ലാ ചെക്കന്മാരും എത്തി. അതിന്റെ അപ്പുറത്തൊക്കെ വർത്താനില്ല. കൈ നോക്കണേ.
നല്ല വേഷം. ഈ വത്തക്ക അളിയാൻ തോട്ടത്തിൽ നിന്ന് എടുത്ത വത്തക്കാണ്. രവീന്ദ്രന്റെ സ്വന്തം തോട്ടത്തിൽ നിന്ന് എടുത്താണ്, ശ്രദ്ധിക്കണം. നേരിട്ട് വരച്ച കളറ് പോന്നെ. അളിയന്റെ വത്തക്കന്റെ വീഡിയോ എടുക്കട്ടെ. തോട്ടത്തിലെ വത്തക്ക നല്ല കളറുണ്ട് കേട്ടോ. സ്വന്തമായിട്ട് കൃഷി ചെയ്ത് തോട്ടത്തിൽ നിന്ന് എടുത്തത്. നോക്കിയാലോ ഇവിടെ പെണ്ണുങ്ങൾക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് ഉള്ളിൽ സൗകര്യം ഒരുക്കി. ബത്തക്ക കുറെ വെച്ചോളിട്ടോ ബത്തക്ക കുറെ എന്ത് മടിയാലേ വെള്ളം പറഞ്ഞിട്ട് കാര്യമില്ലടാ, എന്തായില്ലേ വയസ്സായല്ലേ? മൂന്ന് കൊല്ലുണ്ട്. 6 മാസം ഒക്കത്തിൽ ഐസ് ഇടല്ലോ. ഐസ് ഉണ്ടല്ലോ വരാത്തോലൊക്കെ കണ്ടോട്ടെ. യൂസ് ഉണ്ടോ? സ്പെഷ്യൽ മാംഗോ ഐസ് ഇട്ട് കൊല്ലല്ലടാ. ഇവൻ ഐസ് ഇട്ടിട്ട് എല്ലാരും കൊല്ലുന്ന തോന്നുന്നു. എല്ലാത്തിലും ഐസ് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ഐസ് ഉണ്ടാവില്ല. അളിയന്റെ മുന്തിരി പണിയെടുക്കണ റാശി ഇങ്ങടക്കി കാണൂല. മാംഗോ ജ്യൂസ് എല്ലാവർക്കും മറ്റേ ഇത് വരണ ഇത് നീട്ടണല്ലോ വെള്ളം ഒഴിച്ചിട്ട്. മാംഗോ പണിയെടുക്കാത്ത വിധ നമ്മളെ അളിയനും പെണ്ണുള്ള ഒരു കല്യാണത്തിൽ ഈ അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ കല്യാണത്തിന് എനിക്ക് കൂടാൻ പറ്റിയില്ല. ഈ ക്ലാസ്സുമായിട്ട് വരുന്നതാണ് റാഷി. നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് നോമ്പറക്കായിട്ട് ഇങ്ങോട്ട് വന്ന അവന്റെ ബാക്കിൽ ഈ ബ്രൗൺ ഷർട്ട് കാണുന്നത് റാഹില്, അത് അവന്റെ അനിയനാണ്. ഇവരൊക്കെ ഫുള്ള് സജീവമായിരുന്നു നോമ്പറക്ക. നിങ്ങൾ മറിഞ്ഞിക്കണ്ട, ഞങ്ങളെ കാണുന്നുണ്ട്. തിരക്ക് പൊടിച്ച് തിരക്ക് ഐസ് കുറച്ചുകൂടി ഒന്നിലല്ലോ ഒന്നില്. അപ്പോഴോ കുറച്ചുകൂടി വൈകിട്ട് കിട്ടും. തന്നെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഫുൾ ബോഡി കിട്ടും. ഐസ് ക്യൂബ് അല്ല, കുറച്ച് മാറി. വെള്ളതാ എന്താ അതാ പറഞ്ഞ എന്നാ ഇവിടെ സ്ഥലം ഉണ്ട്, വാമൻ ഇവിടെ ഇരുന്നുണ്ടോ? ഫിദന്റെ അളിയന്റെ ഫിദന്റെ അളിയന്റാ. നമ്മളെല്ലാം ഫിനൈഷ് ആക്കിയിരിക്കുന്നു ഗായ്സ്. ഇങ്ങനെ അങ്ങനെ നോമ്പ് തുറന്നു കഴിഞ്ഞ് ഞാനും ആയിപ്പും കൂടി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഇവിടെ ദമ്മൊക്കെ പൊട്ടിച്ച് ചോറെല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്.
ഞാൻ അത് അവിടെ ടേബിളിൽ സർവ് ചെയ്ത് അതിൽ ഇവിടെ 300 ml ഇതൊക്കെ നോമ്പില്ലാത്തോണ്ട് നേരത്തെ തിന്നേന് അപ്പൊ അതിരിക്കടാ അങ്ങനെ ഞങ്ങളെല്ലാവരും ചർച്ച ചെയ്ത് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഉണ്ണിയാല ബീച്ച് എന്ന ബീച്ചിലെത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് പോകരുത്. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് കളിക്കുകയാണ് ഇപ്പോൾ ബീച്ചിൽ. അങ്ങനെ ചെക്കന്മാർ മൊത്തം നല്ല കളിയിലായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ബീച്ചിൽ ഫുള്ള് ക്രൗഡായിരുന്നു. നമ്മുടെ കോഴിക്കോട് ബീച്ചിന്റെ അതേപോലെ തന്നെ ഫുള്ള് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാത്രി 12 മണിയായി. പിടിച്ചടാ ആകെ നടുന്നത് പിടിച്ചാ മതിയാ. പടക്കം വെട്ടിച്ച് പിടിച്ച ഞാനാണ്. എരുക്കുകാല് പിടിക്കണ മക്കളെ. എന്ത് കളിയാണ് തന്നോടല്ലേ വിടാൻ അവിടെ പിടിക്കണോ. അതിനെ പിടിച്ച് ബാക്കിൽ പിടിച്ചാ ചവിട്ടിട്ട് ബാക്കിൽ പിടിച്ചു നോക്കിയാ അതിന് വയ്യ അറിയോ. വയ്യ അഞ്ചു കൊടുക്കല്ലേ. പോയിക്കോളൂ. അത് ഞെട്ടല്ലാണ് ആ സോക്ക്. കത്തി 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 ചവിട്ടിയാണ്. എന്താണ് കാട്ടുന്നവരും കൊത്തിയില്ല. ചത്തുപോയി. വന്നത് വാസിട്ട് കയ്യപ്പത്താണ്. കയ്യപ്പത്താണ്. മുമ്പ് തുറപ്പിച്ച ഉഷാറായി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.